അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു 4000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്തിരുന്നു. മൈക്രോമാക്സിൻ്റെ UIs എന്ന് പറയുന്ന ഫോൺ റിവ്യൂ ആണ് ചെയ്തത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 4000-നും 6000-നൊക്കെ ഇടയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഫോൺസ് നോക്കുന്നുണ്ടെന്നുള്ള എനിക്ക് ആ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വാങ്ങാൻ പറ്റിയ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണാണെന്ന് നോക്കിയപ്പോഴാണ് ജിയോണിയുടെ മാക്സ് എന്ന് പറഞ്ഞ ഫോൺ കണ്ടത്. ഈ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 5499 രൂപയാണ്, ഏകദേശം 5500 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജിയോണി ഇപ്പോൾ ഒരു പഴയ ജിയോണിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ജിയോണി എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയായിരുന്നു. ജിയോണി ഇപ്പോൾ ചൈനയിലെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഒരു ഇന്ത്യൻ കമ്പനി ജിയോണിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെ ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഇന്ത്യൻ കമ്പനിയാണെന്ന് പറയാം. ഇതിലൊരു സ്ക്രീൻ കാർഡ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കിത് നമ്മൾ വാങ്ങി ഒട്ടിക്കുന്ന പോലത്തെ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. എന്നാലും നമുക്കൊരു സ്ക്രീൻ കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ്ങിനും ഡാറ്റ സിങ്കിങ്ങിനുമായിട്ടുള്ള കേബിളാണ്. സാധാരണ USB കേബിളാണ് വരുന്നത്, USB Type C കേബിളല്ല. ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ബാറ്ററിയാണ്. നമുക്ക് സാധാരണ ഇപ്പോൾ ഉള്ള എല്ലാ ഫോണിലും വരുന്നത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയാണ്. ഇതിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ് വരുന്നത്. അതൊരു നല്ല കാര്യമാണ്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയി ഒരു ബാറ്ററി വാങ്ങിയിട്ട് നമുക്ക് തന്നെ മാറാവുന്നേ ഉള്ളൂ. മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി ഇടേണ്ട ഇവിടെയാണ്. നമുക്ക് ഡ്യുവൽ സിമ്മും അതുപോലെ തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. മെമ്മറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 256 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിൽ 2 ക്യാമറയാണ് വരുന്നത്. 13 MP വരുന്ന മെയിൻ ക്യാമറയും അതുപോലെ തന്നെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ബോക്കെ ലെൻസ് വരുന്നുണ്ടെന്ന് അവർ പറയുന്നുള്ളൂ, അല്ലാതെ എത്ര MP ആണെന്നുള്ളവരും പറയുന്നില്ല. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 6.1 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് HD+ ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും മികച്ച ഡിസ്പ്ലേ കിട്ടുമെന്ന് നമ്മൾ ഓർത്തില്ല. അത്രയ്ക്ക് സൂപ്പർ ഡിസ്പ്ലേ ആണ്. നമുക്കിതിൽ 2.5 കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ സൂപ്പറാണ്. നമുക്ക് 5500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആണെന്ന് കണ്ടാൽ പറയില്ല, അത്രയ്ക്ക് സൂപ്പർ ഡിസ്പ്ലേ ആണ്. ഫോണിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Android 10 ഫോൺ വരുന്നത്. ഫോണിൻ്റെ മെമ്മറി നമുക്ക് 32 GB ഏകദേശം 25 GB നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ച് ഏകദേശം 256 GB വരെ ഫോൺ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. റാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 GB ആണ് വരുന്നത്. ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വരുന്നത്. ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെമ്മറി പോകുന്നൊന്നും ഓർത്ത് പേടിക്കേണ്ട. നമുക്ക് ഫോണിൻ്റെ UIയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണാണെന്നേ പറയുള്ളൂ. അങ്ങനെ ബ്ലോട്ട്വേഴ്സ് കാര്യങ്ങളൊന്നും അധികമൊന്നുമില്ല. ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Spectrum 9863 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. സത്യം പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോസറിനെ പറ്റി കേൾക്കുന്നത്. സാധാരണ ഒരു പ്രൈസ് കുറഞ്ഞ ഈ ഫോണിലൊക്കെ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 400 സീരീസുള്ള പ്രോസറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രോസർ അത്യാവശ്യം കൊള്ളാവുന്നൊരു പ്രോസർ തന്നെയാണ്. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിതിൽ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ വരുന്ന പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് ഇതിനകത്ത് ഫിസിക്കലായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിനകത്ത് ആകെ നമുക്ക് സെക്യൂരിറ്റിക്ക് വരുന്നത് ഫേസ് അൺലോക്കാണ്. ഫേസ് അൺലോക്ക് നോക്കിയിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല ഡിസ്പ്ലേ കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല. അത്രയ്ക്ക് സൂപ്പർ ഡിസ്പ്ലേ ആണ്. യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് സൂപ്പർ ഡിസ്പ്ലേ ആണ്. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിൽ ഫുൾ HD ഡിസ്പ്ലേ വരുന്നില്ല, സാധാരണ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കിതിൽ വരുന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും ഒരു 2 ദിവസം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിലും 1 ദിവസം മുതൽ 1.5 ദിവസം വരെ ഈസി ആയിട്ടും കിട്ടും. പിന്നെ ഈ ഫോണിനകത്ത് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശം നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറയാണ്. നമ്മൾ ഒരിക്കലും ഒരു 5500 കൊടുത്തൊരു ഫോൺ വാങ്ങുമ്പോൾ അതിനകത്ത് കിടിലൻ ക്യാമറ ആയിരിക്കും എന്നൊന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിയല്ല. നമുക്കറിയാം അതിനകത്തൊരു നോർമൽ ആയിട്ടുള്ള ക്യാമറ കാണുകയുള്ളത്. ഇതിനകത്ത് ഒരു പ്രൈസ് ഇട്ടിരിക്കുന്ന 5500 ആണെങ്കിലും എനിക്ക് മൊത്തത്തിലുള്ള ഈ ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഏകദേശം നമ്മുടെ റിയൽമി C3യുടെ ഒക്കെ ഏകദേശം ഒരു 7000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി C3യുടെ ഒക്കെ സെയിം പെർഫോമൻസ് വരുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, ഈ ബാറ്ററി ബാക്കപ്പിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഡിസ്പ്ലേ ആയിക്കോട്ടെ, എല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 7000 രൂപ അല്ലെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൻ്റെ അതേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ അതിനകത്ത് കുറവായിട്ടുള്ള 2 GB റാമേ ഉള്ളതെന്നുള്ളതാണ്. അതിപ്പോൾ 7000 രൂപ കിട്ടുന്ന റിയൽമി C3ക്കകത്തും നമുക്ക് 2 GB റാം വരുന്നുള്ളൂ. അതുകൊണ്ട് അതൊരു കുറവായിട്ട് കാണണ്ട. പക്ഷേ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൂപ്പർ ക്യാമറയാണ്.
ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്യാമറ ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ഫോട്ടോസാണ്, നമുക്ക് ഒരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റില്ല. നാച്ചുറൽ കളറുകളാണ്, ഒരിക്കലും റിയൽമിയുടെ ഫോണിലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓവറായിട്ടുള്ള കളറൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് നാച്ചുറൽ കളറാണ് വരുന്നത്. ഒരു സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവറേജ് സെൽഫി ക്യാമറ ഉണ്ട്, 5 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഒരിക്കലും ഒരു സൂപ്പർ ക്യാമറ ആണെന്നല്ല, എന്നാലും ഒരു ആവറേജ് സെൽഫി ക്യാമറ ഉണ്ട്. പക്ഷേ നമുക്ക് ബാക്ക് ക്യാമറയിൽ കിട്ടുന്ന ഫോട്ടോസ് അത്യാവശ്യം നല്ല ഫോട്ടോസാണ്. നമുക്ക് ബോക്കെ എഫക്റ്റിൽ ഫോട്ടോ എടുക്കാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ട് ബോക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്ലോ മോഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഫോണിൻ്റെ നെഗറ്റീവ് എല്ലാം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് സത്യം പറയുന്നത് നെഗറ്റീവ് ഒന്നും തന്നെ പറയാനില്ല. പിന്നെ പറയണമെന്ന് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബാറ്ററി വരുന്ന 5000 mAh ആണ്. പക്ഷേ എൻ്റെ ചാർജർ നമുക്ക് നോർമൽ ചാർജറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരിക്കലും ഒരു ഫാസ്റ്റ് ചാർജർ തന്നെ എന്ന് പറയാൻ പറ്റിയില്ല. നമുക്ക് ഇതിനകത്ത് ചാർജിങ് ടൈം കുറച്ച് കൂടുതലാണ്. 2.5 മണിക്കൂറിനും 3 മണിക്കൂറിനും ഇടയ്ക്ക് ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നുണ്ട്. അതൊരു നെഗറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയുന്നുള്ളൂ. പക്ഷേ വേറെ ഒരു നെഗറ്റീവും ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു 5500 രൂപയ്ക്ക് കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു ഫോണാണ്. ഞാനിത് 100% റെക്കമെൻഡ് ചെയ്യും. ഇതിനകത്ത് നമുക്ക് ക്യാമറ അത്യാവശ്യം നല്ലതാണ്, ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കൊള്ളാം, അതുപോലെ തന്നെ ഡിസ്പ്ലേ സൂപ്പർ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൻ്റെ ഗെയിമിങ്ങിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതിനകത്ത് ഗെയിമിംഗ് ആണ്. ഞാൻ ഗെയിം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഞാൻ ഇതിനകത്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും എന്നതൊന്നും അല്ല ഗെയിം കളിച്ച് നോക്കിയത്. ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ സാധാരണ നോർമൽ ഗെയിമൊക്കെ ഈസി ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി C3 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കളിക്കാൻ പറ്റി, യാതൊരു വിധ ലാഗുമില്ല, അത് ഈസി ആയിട്ട് കളിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ കുറച്ച് ഹെവി ഗെയിമും കൂടെ കളിച്ച് നോക്കി. ഹെവി ഗെയിം എന്ന് വെച്ചാൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കി, അതുപോലെ തന്നെ ആസ്ഫോൾട്ട് 9 കളിച്ച് നോക്കി. ഹൈ ഗ്രാഫിക്സിലിട്ടും കളിച്ച് നോക്കി, അതുപോലെ ലോ ഗ്രാഫിക്സിലിട്ടും കളിച്ച് നോക്കി. ലോ സെറ്റിംഗ്സിൽ ഇട്ടപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റി, നന്നായിട്ട് റെൻഡർ ആകുന്നുണ്ട്, കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഹൈ ഗ്രാഫിക്സ് ഇട്ടപ്പോഴത്തേക്കും നമുക്ക് കളിക്കാൻ പറ്റിയില്ല, വളരെ ഹാങ് ആയിരുന്നു. ലോ ഗ്രാഫിക്സിൽ അത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഗെയിം വരെ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഫോൺ നിങ്ങൾ വാങ്ങണോ വേണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 100%, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5500 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറൊരു ഫോൺ നിങ്ങൾക്ക് കിട്ടിയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറയുകയില്ല, നിങ്ങൾ റിയൽമി C3 ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7000 രൂപ 7500 രൂപ ബഡ്ജറ്റിലുള്ള ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫോൺ നോക്കാവുന്നതാണ്. ഈ ഫോണും റിയൽമി C3 ഒക്കെ ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. റിയൽമി C3 കുറച്ച് പ്രൈസ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് റിയൽമി C3 ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോണും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ ഫോണിൻ്റെ റിവ്യൂ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.